അവക്കാഡോ കഴിച്ചാൽ വെയിറ്റ് കൂടുകയാണോ ചെയ്യുക അതോ കുറയാണോ ചെയ്യുക? അവക്കാഡോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്. ഓക്കെ, ഇതിന് ബട്ടർ ഫ്രൂട്ട് എന്നും പറയും. എന്ന് വെച്ചാൽ ഇതിൽ ഓയിൽ കണ്ടന്റ് കുറച്ച് കൂടുതലാണ്, അതായത് ഹെൽത്തി ഫാറ്റ് സോഴ്സ് ആണ്, അതായത് omega-9 ഇതിലുണ്ട്. അതേപോലെ തന്നെ നല്ല നാരുള്ള ഒരു ഭക്ഷണം കൂടിയാണിത്. പിന്നെ ഇത് വൈറ്റമിൻ ഇ റിച്ച് ആണ്. നമ്മൾ പഴത്തിലുള്ളതിനേക്കാളും കൂടുതൽ പൊട്ടാസ്യം ഇതിലുണ്ട്. അപ്പം ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ BP ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു ബെറ്റർ ഓപ്ഷനും കൂടിയാണിത്. പിന്നെ ഇത് വെയിറ്റ് ഗെയിൻ ആണോ വെയിറ്റ് ലോസ് ആണോ ഉണ്ടാക്കുക ചോദിച്ചാൽ ഇതൊരു ഹൈ കാലറി ഫ്രൂട്ട് ആണ്. ഓക്കെ, ഇതിൽ ഏകദേശം 260 to 280 കിലോ കാലോറി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ഗെയിന്റെ സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ഓപ്ഷൻ, ഫ്രൂട്ട് എന്ന നിലയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ഇത്. അപ്പം വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു അവക്കാഡോ കഴിക്കാം. സോ ഇനി വെയിറ്റ് ലോസിന്റെ സമയത്ത് ഇത് കഴിക്കാൻ പാടില്ലേ ചോദിച്ചാൽ ഇത് കഴിക്കാം. വെയിറ്റ് ലോസിന് ഇതൊരിക്കലും ഒരു വില്ലൻ ഒന്നുമല്ല. വെയിറ്റ് ലോസ് ടൈമിൽ നമുക്കൊരു ഹാഫ് അവക്കാഡോ എടുക്കാം. കാലറി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. നമുക്കൊരു ഹാഫ് അവക്കാഡോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ഫാറ്റ് സോഴ്സ് ആയതുകൊണ്ടും നല്ല ഫൈബർ കണ്ടന്റ് നാരുള്ള ഭക്ഷണം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം ഫിൽ ആയിട്ടിരിക്കാനും നമുക്ക് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഹെൽത്തി ഫാറ്റ്സും omega-9 ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും തരും. സോ വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും ഇത് ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ആവശ്യമുള്ള അളവിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിൻ സമയത്തും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ഇത്. സോ വെയിറ്റ് ലോസ് ടൈമിലും വെയിറ്റ് ഗെയിൻ സമയത്തും അവക്കാഡോ എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. എന്റെ നെക്സ്റ്റ് വീഡിയോ അതിനെ കുറിച്ചായിരിക്കും.